ഹായ് ഓൾ, നമ്മുടെ മന്ത്ലി ടാസ്കിൻ്റെ ആൻസേഴ്സ് ആണ് കേട്ടോ അത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം, അതായത് എന്താണ് ഒരു സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? എന്താണ് സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ? ഈക്വൽ ആണോ? തുല്യമാണോ? അല്ല അല്ലേ. പെർപെൻഡിക്കുലർ ആണോ? അതും അല്ല. ഡു നോട്ട് ഇൻ്റർസെക്റ്റ്. അപ്പം എങ്ങനെയായാലും രണ്ട് ഡയഗണൽസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിന് ആൻസറായിട്ട് വരുന്നത് പരസ്പരം സമഭാഗം ചെയ്യുന്നു എന്നാണ്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. മലയാളം മീഡിയക്കാർക്ക് ഇതിന് ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസറായിട്ട് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വരുന്നത് ബൈസെക്റ്റ് ഈച്ച് അതർ എന്നാണ് കേട്ടോ. ഓക്കെ, ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ രണ്ട് ഈക്വലായിട്ട് സമഭാഗം ചെയ്യാന്ന് പറയാം കേട്ടോ. ഓക്കെ, സമമായിട്ടാണ് അതിനെ ഭാഗിക്കുന്നത് എന്ന് മീനിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ഈസ് 8 and 6 cm. ഫൈൻഡ് ദ ഏരിയ ഓഫ് റോംബസ്. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആണെങ്കിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എത്ര? അപ്പോൾ റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിൻ്റെ ഏരിയ കാണാനുള്ള പരപ്പളവ് സമവാക്യം എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഈ d1 d2 എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽസ് ആണ്, അതായത് അതിൻ്റെ വികരണങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ഡയഗണൽ എന്ന് പറയുന്നത് 8 ഇൻറ്റു രണ്ടാമത്തത് 6. 8 ഇൻറ്റു 6. ഇവിടെ നമുക്ക് 8നെയും 2നെയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. രണ്ടും 8ഉം കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും 4 ആവും അല്ലേ. 8/2 എന്ന് പറയുമ്പോൾ 4 സോ 4 ഇൻറ്റു 6 എത്രയാണ്? 24 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നും പറയാം. അപ്പോൾ രണ്ടാമത്തതിന് ആൻസറായിട്ട് വരുന്നത് 24 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ഈസ് എ സ്ക്വയർ ഓഫ് സൈഡ് 5 cm. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ABCD? ബി, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ABPQ? അതായത് ഇതിൽ പറയുന്നത് ABCD എന്നത് ഒരു സമചതുരമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ABCD എന്ന് പറയുന്നത് ഏതാണ്? ഇതെന്താണ്? ഒരു സ്ക്വയറാണ്, സമചതുരമാണ് തന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു വശം 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഒരു വശം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റുള്ള വശങ്ങളും എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ. സ്ക്വയർ അതായത് സമചതുരം എന്ന് പറയുമ്പോൾ അതിൻ്റെ 4 വശങ്ങളും സമമായിരിക്കുമല്ലോ. ഇനി ചോദിക്കുന്നത് സമചതുരം ABCDയുടെ പരപ്പളവ് ഏരിയ എത്രയാണെന്നാണ്. അപ്പോൾ ഈ ABCDയുടെ ഏരിയ കാണാൻ നമുക്കിതിൻ്റെ സൈഡ് തന്നാൽ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? A² എന്ന ഒരു സമവാക്യമുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. A² എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്നത് ഇവിടെ 5 സോ 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു, അതായത് പരപ്പളവ് സമം A², അതായത് 5ൻ്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് 25 എന്നാണ് കിട്ടുന്നത്. 25 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇനി ABCDയുടെ പരപ്പളവ് കണ്ടു. ഇനി അടുത്തത് സാമാന്തരികം ABPQ. അതെങ്ങനെ വരുന്നത്? സാമാന്തരികം എന്ന് പറയുമ്പോൾ ABPQ അല്ലേ, ഇതാണ് നമ്മുടെ സാമാന്തരികം വരുന്നത്. ഇനി ഇതിൻ്റെ പരപ്പളവ് കാണാൻ, അപ്പോൾ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, അതല്ലെങ്കിൽ പാദം ഇൻറ്റു ഉയരമാണ് അല്ലേ. സാമാന്തരികത്തിൻ്റെ അതായത് നമ്മുടെ പാരലലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, പാദം ഇൻറ്റു ഉയരമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ AB ആണല്ലോ. ഈ ABനെ നമുക്ക് എന്തായിട്ട് തന്നിട്ടുണ്ടായിരുന്നു? 5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സ്ക്വയറിൻ്റെ വശവും ഇപ്പോൾ നോക്കി ഇത് വരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഈ AB എന്താണ്? സ്ക്വയറിലും അതായത് സമചതുരത്തിലും സാമാന്തരികത്തിലും ഒരേ വശം തന്നെയല്ലേ. ഈ AB എന്ന് പറയുന്നത് രണ്ടിൻ്റെയും വശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ പാദമായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ സാമാന്തരികത്തിൽ അതായത് പാരലലോഗ്രാമിൽ നമ്മൾ ABനെ പാദമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? B = 5 കൊടുക്കാം അല്ലേ. ഇനി ഈ ABPQ എന്ന ഈ സാമാന്തരികത്തിൻ്റെ ഹൈറ്റ് എന്താണ്? ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം എന്ത്? പാദം ഏതാണോ അല്ലെങ്കിൽ ബേസ് ഏതാണോ അവിടെ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തിലേക്ക് നമ്മൾ വരയ്ക്കുന്ന എന്ന് പറയാം അല്ലേ. അതായത് അതിൻ്റെ വെർട്ടെക്സിലേക്ക്, അതിൻ്റെ മൂലയിലേക്ക് വരയ്ക്കുന്ന ഒരു വരയാണെന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ ശരിക്കും രണ്ട് രീതിയിൽ ഹൈറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് പാദമായിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്നത്, ഇപ്പോൾ നമ്മൾ സാമാന്തരികമൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഈ രീതിയിൽ നമ്മൾ ഹൈറ്റ് എടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എടുത്തിട്ടൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈറ്റായിട്ട് നമുക്ക് എടുക്കാം. ഇതെന്താണ് ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ? നമ്മുടെ സമചതുരത്തിൻ്റെ ഒരു വശമാണ് അല്ലേ. അപ്പോൾ ഇതും 5 നമുക്ക് കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിനെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതും എന്താണ്? ഹൈറ്റാണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ വിചാരിച്ചാൽ മതി നിങ്ങൾ? ആ ഒരു വശത്ത് നിന്നും അതിൻ്റെ മുകളിലോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരച്ചിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. വെർട്ടെക്സിലേക്ക് ആയിരിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വെർട്ടെക്സിലേക്കായിരിക്കും അത് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് 5 കിട്ടും, ഹൈറ്റും അതേപോലെ തന്നെ 5 കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ 5 × 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാലാമത്തത്, വശങ്ങളുടെ നീളം 4 സെൻറ്റിമീറ്ററും അവയുടെ ഇടയിലെ കോൺ 60 ഡിഗ്രിയുമായ സാമാന്തരികം വരയ്ക്കുക. ഇത് നമ്മൾ വരച്ചിട്ടുണ്ടല്ലേ.
എന്താണ് നമ്മളോട് പറയുന്നത് സൈഡ്സ് 5 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് ആദ്യം വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 സെൻറ്റിമീറ്ററാണ് വരയ്ക്കുന്നത്. ആദ്യത്തേത് 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈന് നമ്മൾ വരയ്ക്കാം. അതിനുശേഷം ഈ സൈഡ്സ് ആണ് തന്നിട്ടുള്ളതിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സൈഡ്സ് ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ വെച്ചിട്ട് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് അവിടെ 60 ഡിഗ്രി നമ്മൾ എടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന 60 ഡിഗ്രി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ 60 ഡിഗ്രിയുടെ ഈ ഒരു മെഷർമെൻറ്റ് ഉണ്ടല്ലോ, ഈ ലൈന് അത് എന്ത് കൊടുക്കണം, 6 സെൻറ്റിമീറ്റർ കൊടുക്കണം. അപ്പോൾ ഞാൻ അത് 6 സെൻറ്റിമീറ്റർ കൊടുത്തു. ഇപ്പോൾ എനിക്ക് ഇവിടെ ഉള്ളത് ഈ ലൈന് 5 സെൻറ്റിമീറ്റർ ആയിട്ടും ഇത് 5 സെൻറ്റിമീറ്ററും ഇത് 6 സെൻറ്റിമീറ്ററും കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരയ്ക്കേണ്ടത് എന്താണ്, പാരലലോഗ്രാമാണ്, സമാന്തരികമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങൾ തുല്യമായിരിക്കണം. ഈ ഒരു ലൈനിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ആർക്ക് വരച്ചു കൊടുക്കുക. ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് 5 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കുക. അതേപോലെ ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ഇവിടെയാണ് നമ്മൾ അടുത്ത 6 സെൻറ്റിമീറ്റർ വരേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് 6 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ഒരു ആർക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ലൈന് കിട്ടി, പിന്നെ നമ്മൾ 60 ഡിഗ്രിയിൽ ഇത് കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് എത്രയായിരുന്നു, 5 അല്ലായിരുന്നു വരച്ചിരുന്നത്. ഓക്കെ, 5 സെൻറ്റിമീറ്ററിന് ഒരു ആർക്ക് ഇങ്ങോട്ടേക്ക് വരച്ച് കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് വേണം, 6 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരക്കണം. അപ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യുന്നൊരു പോയിന്റ് കിട്ടും. അതങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നല്ലൊരു പാരലലോഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ബി സി ഡി ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് പറയുന്നുണ്ട്, അതായത് ഒരു ചതുരമാണ്. എ ബി സി ഡി എന്ന് പറയുന്ന ഇതെന്താണ്, ഒരു ചതുരമാണ്, റെക്റ്റാങ്കിൾ ആണ്. ഇതിലുള്ള മെഷർമെൻറ്റുകളൊക്കെ തന്നിട്ടുണ്ട്. എ ബി 8 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എ ബി ടോട്ടലി 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, പിന്നെ നമ്മളോട് പറയുന്നത് എ ഡി 4 സെൻറ്റിമീറ്റർ ആണ്. എ ഡി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ പി ബി എന്ന് പറയുന്നുണ്ട്. പി ബി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ക്യൂ ഡിയും 3 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എ ബി സി ഡി. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ എ ബി സി ഡിയുടെ ഏരിയ നമ്മൾ കാണണം. എ ബി ടോട്ടലി 8 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വേണ്ട വശങ്ങളാണല്ലോ, അതായത് റെക്റ്റാങ്കിളിൻ്റെ, ചതുരത്തിൻ്റെ ഏരിയ, പരപ്പളവ്. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്തായിരുന്നു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, നീളം ഇൻറ്റു വീതിയാണ് അല്ലേ, നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് എന്ന് കിട്ടും, എന്ത്, ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. പിന്നെ ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്, എ ഡി ഒരു ചതുരത്തിൻ്റെ ബ്രെഡ്ത്ത് ആണല്ലോ അല്ലേ, അതായത് വീതിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബി, അതായത് വീതി ഈസ് ഈക്വൽ ടു 4 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് വേഗം കണ്ടുപിടിച്ചൂടെ, എന്താണ് നമ്മുടെ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്, നീളം ഇൻറ്റു വീതി 8 ഇൻറ്റു 4 ആണ്. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 ഇൻറ്റു 4 ആണ്. അപ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടുന്നത്, 32 എന്ന് കിട്ടും. 32 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് വരുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ പി എന്നാണ് അല്ലേ. അതായത് ഈ എ പിയുടെ ലെങ്ത്ത് ഇത് ടോട്ടലി 8 ആണ്. അപ്പോൾ 8 ആണ് ടോട്ടലി, എ ബി 8 ആണ് തന്നിട്ടുണ്ട് അല്ലേ. ഇനി അതിൽ നിന്നും നമ്മുടെ എന്തായിരുന്നു, പി ബി 3 ആണ്. അപ്പോൾ പി ബി നമ്മൾ മൈനസ് ചെയ്യണം. ഇത് ടോട്ടലി 8 ആണ്, അതിൽ നിന്നും ഈ 3 നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടൂലേ. അപ്പോൾ 8 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ എ പി വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ കിട്ടി 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി വാട്ട് ഈസ് ഏരിയ ഓഫ് പാരലലോഗ്രാം എ പി ക്യു സി. നോക്കി ഇവിടെ എ പി ക്യു സി എന്ന ഈ ഒരു പാരലലോഗ്രാം, എ പി സി ക്യു എന്ന ഈ ഒരു പാരലലോഗ്രാം, അതിൽ നമ്മൾ ബേസ് ചെയ്തായിട്ടാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അല്ലേ, ബേസ് എന്ന് പറഞ്ഞാൽ 5 ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള നീളമാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇനി എനിക്ക് എന്ത് വേണം, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള നീളം കിട്ടണം. അതല്ലേ ഇത്, ഈ ഒരു നീളം, അതായത് ഈ ഒരു വെർട്ടെക്സ്, ഈ ഒരു കോർണറിൽ നിന്ന് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്ക് വരയ്ക്കുന്ന ഈ ഒരു ലൈനാണ് എന്ത്, ഇവിടെയും വരയ്ക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഈ ഒരു ലൈനും ഈ ലൈനും എന്താണ്, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതെന്താ കിട്ടുന്നത്, അതായത് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് പാദം ഇൻറ്റു ഉയരം, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 20 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്, ഏരിയ കാണുമ്പോഴാണ് കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതിലുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ.